വെൽക്കം ടു ഡേ ചാൻസ്. നമുക്ക് ചുരിദാറിൻ്റെ അടുത്ത വീഡിയോയാണ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഐറ്റം എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ മോഡൽ മിക്കവർക്കും ഇഷ്ടമാണ്. ജോർജറ്റ് ഫാബ്രിക്, അതായത് ജോർജറ്റിൻ്റെ കൂടിയ മെറ്റീരിയൽ ക്രേപ്പ് മിക്സഡ് ഫാബ്രിക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫുൾ എംബ്രോയ്ഡറി വരുന്ന ഒരു ഐറ്റം. അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് ഒക്കെ നല്ല രസമാണ് കാണാൻ. ഞാൻ അടുപ്പിച്ച് കാണിക്കാവേ. ഇതുപോലെ ഫുള്ളായിട്ട് ഈ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ മൾട്ടി കളറായിട്ട് പിങ്ക്, ഗ്രീന്, ആഷ് കോമ്പിനേഷൻ്റെ ഒരു ഡിസൈനാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് ബോട്ടം ലൈനിങ്ങും ഉണ്ട് കേട്ടോ. അത് ബട്ടർ ക്രേപ്പിൻ്റെ ഫാബ്രിക്കാണ്. ബട്ടർ ക്രേപ്പും സാറ്റനാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഒരു ക്രീം ഷെയ്ഡ്, വൈറ്റ് അല്ല, പ്യുവർ വൈറ്റ് അല്ല, ക്രീം ലൈറ്റ് ഒരു ക്രീമിൻ്റെ ഷെയ്ഡ്. ദുപ്പട്ടയ്ക്കകത്തും നല്ല വീതിയായിട്ട് ബോർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ജോർജറ്റിൽ കൂടിയ ഫാബ്രിക്കാണ്, നോർമൽ ജോർജറ്റ് അല്ല, അതിൻ്റെ റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് ആ വർക്ക് കൂടെ ചെയ്ത് വരുമ്പോൾ കാണാനൊരു ഭംഗി കൂടുതൽ എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മുടെ സാധാരണ ജോർജറ്റിനേക്കാളും, ജോർജറ്റും നല്ലതാണ്, അതിൻ്റെ ഇങ്ങനെ നോർമൽ വർക്കുകൾ വരാറുണ്ട്. അതിൻ്റെ തന്നെ കുറച്ചുകൂടെ കൂടിയ ഫാബ്രിക്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഐറ്റം. അപ്പോൾ ഇതിൻ്റെ അകത്തും ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. ബോട്ടം ലൈനിങ്ങും ഉണ്ട്. നമ്പർ വരുന്നത് AF 956. റേറ്റും റീസണബിളാണ്. 1150 രൂപയുള്ളൂ. 1150. നെക്സ്റ്റ് വരുന്നത് ഇതൊരു ലൈറ്റ് ഡസ്റ്റി ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പിടിക്കുമ്പം ഒരു ചക്കരം ഈ വർക്ക് താഴോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കയറ്റി വയ്ക്കുമ്പോൾ താഴെ നിന്ന് കുറച്ച് ലെങ്ത്ത് കുറവായിട്ട് വരും കേട്ടോ. അപ്പം മേളിൽ നിന്നുള്ള ഒരു പോർഷൻ ഒരു എക്സ്ട്രാ പീസ് പോലെ താഴത്തോട്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്ത് തയ്ക്കാൻ കിട്ടും. അതല്ലാതെ നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ശകലം ലെങ്ത്ത് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ അങ്ങ് എടുത്ത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ചിലപ്പോൾ താഴോട്ടായി പോകുന്ന. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ടോപ്പിന് ആ ഒരു വർക്കിൻ്റെതായ ചെറിയൊരു താഴോട്ട് ഇറങ്ങിപ്പോയതിൻ്റെ ഇച്ചിരി ലെങ്ത് കുറവാണ് ഇതിന്. പിന്നെ ബോട്ടം വിത്ത് ലൈനിങ് ഈ കൂടെ തന്നെയുണ്ട്. പിന്നെ നമ്പർ AF 955. റേറ്റ് 1150. അടുത്ത ഷെയ്ഡ് നല്ലൊരു ബ്ലൂ കളറാണ്. ഡസ്റ്റി ബ്ലൂ അല്ല, എന്നാൽ ഭയങ്കര ഓവർ ആ ഒരു ഡാർക്കർ ഒരു ബ്രൈറ്റർ അങ്ങനത്തെ ബ്ലൂ അല്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നൊരു ഷെയ്ഡ്. ഡസ്റ്റി അല്ല കേട്ടോ, നല്ല ഷെയ്ഡാണ്. ഇതിൻ്റെ അകത്ത് പിങ്ക് പീച്ച് കോമ്പിനേഷനാണ്. ഇത് ലെങ്ത് വൈസ് നോക്കിക്കഴിഞ്ഞാൽ 50 ലെങ്ത് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഈ വർക്ക് ഇച്ചിരി താന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ താഴെ ഒരു പീസ് പോലെ ചെയ്താൽ മതി. അതിനുള്ളത് എന്തായാലും നന്നായിട്ട് കിട്ടും കേട്ടോ. ബോട്ടം വിത്ത് ലൈനിങ് ഉണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞത് ലെങ്ത് വൈസ് നല്ലതായിട്ട് ലെങ്ത് ഉണ്ട്. വർക്ക് കുറച്ചുകൂടി ഇങ്ങനെ നെക്ക് വെട്ടുമ്പോൾ കുറച്ച് താഴെയായിട്ട് ഡീപ്പായിട്ട് എല്ലാവരും വെട്ടുന്നത്. ഇപ്പോൾ കൊണ്ട് ചക്കര ഒന്ന് താത്തി ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ നമ്പർ AF 953. റേറ്റ് 1150. ഇതിൽ നാലാമത്തെ ഷെയ്ഡ് ഒരു നല്ല യെല്ലോയുടെ നല്ലൊരു ഷെയ്ഡ് കേട്ടോ. അത് നോർമൽ യെല്ലോ അല്ല, കുറച്ചൊരു ഡാർക്കറായിട്ട് നിൽക്കുന്ന ഒരു യെല്ലോ ഷെയ്ഡ്. സെയിം നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. ഇതിങ്ങനെ വെക്കുമ്പം അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് കയറ്റിയൊക്കെ അല്ലെങ്കിൽ ആ ഒരു നെക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടുമ്പം ചിലർക്ക് ഒരു ഭയങ്കര ഹൈറ്റുള്ളവർക്ക് ചിലപ്പം എക്സ്ട്രാ ഒരു പീസ് താഴെയായിട്ട്, അത് ഇതേ തന്നെ ഉണ്ട് മെറ്റീരിയൽ, പക്ഷേ താഴെയായിട്ട് ഒരു എക്സ്ട്രാ ബോർഡർ ചെയ്യേണ്ടി വരും. എൻ്റെ ഹൈറ്റൊക്കെ ഉള്ളവർക്ക് ഓക്കെ കേട്ടോ, കറക്റ്റാണ്. 46, 47 ഒക്കെ ലെങ്ത് ഇട്ട് തയ്ക്കാൻ കിട്ടും. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം വിത്ത് ലൈനിങ് ഉണ്ട്. നമ്പർ AF 954. റേറ്റ് 1150.